ക്ഷീരമേഖലയിൽ വിജയഗാഥ രചിച്ച കോട്ടയം കുറവിലങ്ങാട്ടെ പ്രവാസി കർഷകൻ ബിജുമോൻ തോമസിന് പരിചയപ്പെടാം. 2009 2 പശുക്കളുമായി ആരംഭിച്ച ഫാം ഇന്ന് വലിയ ഫാമായി ഉയർന്നു. ഇതോടെ മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരങ്ങളും ബിജുവിനെ തേടിയെത്തി. കുറവിലങ്ങാട് കോഴയിലാണ് ബിജുവിന്റെ വട്ടമുകളിൽ ഡയറി ഫാം. 1500 ലിറ്റർ പാൽ ദിവസവും സംഭരിക്കും. HF ജേഴ്സി ഇനത്തിൽപ്പെട്ട 123 പശുക്കളും 65 കന്നുകുട്ടികളും ഫാമിലുണ്ട്. കുവൈറ്റിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്തിരുന്ന ബിജു 2004 നാട്ടിൽ തിരിച്ചെത്തി. ചെറിയ രീതിയിൽ ആടുവളർത്തൽ നടത്തിയെങ്കിലും വിജയിച്ചില്ല. 2009 തിരികെ പോകാൻ തീരുമാനിച്ചു. പിന്നീടാണ് പശു വളർത്തൽ ജീവനോപാധിയായി തിരഞ്ഞെടുത്തത്. പരമ്പരാഗത കർഷക കുടുംബാംഗമായ ബിജുവിന് പശു വളർത്തലും കൃഷിയുമെല്ലാം കുട്ടിക്കാലം മുതൽ പരിചിതം. ഞാൻ യാദൃശ്ചികമായിട്ടാണ് 2 പശുവിലോട്ട് വരുന്നത്. 2 പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചു. ഇവിടെ വന്നു, കൂടൊക്കെ പണിതു. പശുക്കളെ 2 പശുവിനെ 2 ആയി, 4 ആയി, 6 ആയി. അങ്ങനെ ഒരു 15 പശുവിനെ വരെ ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പുല്ല് വെട്ടുകയും തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മൾ ഒരു 10-60 പശുവിലോട്ടാകുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ പണിക്കാരായി, വലിയ കുഴപ്പമില്ല പോകുന്നു. ഇപ്പോൾ നമുക്കൊരു 130 പശുക്കളും 10-65 കിടാക്കളും ഉണ്ട്. പാലിന് പുറമെ വളമായി ചാണക വിൽപ്പന നടത്തി മികച്ച വരുമാനം ലഭിക്കുന്നു. വായ്പ എടുക്കാതെ, സബ്സിഡിക്കായി കാത്തു നിൽക്കാതെ ഫാമിംഗ് വിജയിപ്പിച്ച വ്യക്തിയാണ് ബിജു. ഭാര്യ ഷൈനി, മക്കളായ അലീന, സ്റ്റീവ് എന്നിവർ ഉറച്ച പിന്തുണയുമായി ഒപ്പമുണ്ട്. ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്നും ബാങ്കുകാർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം മുഴുവൻ ബാങ്കുകാർക്ക് കൊണ്ട് കൊടുക്കേണ്ടത്. സർക്കാരിൻ്റെ സബ്സിഡികളെക്കുറിച്ച്, ആനുകൂല്യങ്ങളെക്കുറിച്ചൊന്നും വലിയ കൂടുതൽ ചിന്തിക്കാറിയാണല്ലോ. കാരണം അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതിപ്പോൾ അത് കിട്ടുമെന്ന് ആലോചിച്ച് നമ്മൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിന്ന് പോകും. ഫാമിലിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം നടക്കുകയാണ്. കാരണം ഇതിനകത്ത് എപ്പോഴും ഒരാളുടെ നോട്ടം ഉണ്ടാകും, നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫ് നോക്കും, എൻ്റെ മക്കളും നോക്കും. അപ്പം ഫാമിലിയുടെ പിന്തുണ ഇല്ലാതെ ഒരു പരിപാടി നടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷീരകർഷക പുരസ്കാരം നിരവധി തവണ ഈ കർഷകനെ തേടിയെത്തി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ തവണ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കുവാനും അവസരം കിട്ടി. ഫാം ടൂറിസം അടക്കമുള്ള പദ്ധതികളും ഇദ്ദേഹത്തിന്റെ ആലോചനയിലുണ്ട്. ക്യാമറമാൻ അനന്തു സുരേഷിനൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.